ചെറിയ തോതിൽ ഒരു ചെറിയ സ്കൂളിൻ്റെ ഒരു കൊച്ചുമുറിയിലാണ് ഞങ്ങൾ അനേക നാളുകൾ, ഏകദേശം 1.5 വർഷത്തോളം അവിടെ ആരാധിക്കാൻ തക്കവണ്ണം അവിടെ ആയിരുന്നു. ആദ്യത്തെ ഒരു 1.5 വർഷക്കാലം ആരും തന്നെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാനില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 2-3 പേര് ആരെങ്കിലുമൊക്കെ വന്നെങ്കിലായി. ഒരു ദിവസം ഞാൻ അവിടെ ചെന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരനെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അദ്ദേഹത്തെ വീട്ടിലോട്ട് വിളിച്ചു. വീട്ടിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആരാധന തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാധന തുടങ്ങാൻ ആകെപ്പാടെ ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, ആ സഹോദരനുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 3 പേരെ കൊണ്ട് എങ്ങനെ എന്തൊരു ആരാധന തുടങ്ങാൻ? നമുക്ക് ഒരാളാണേലും 2 ആളാണേലും ആരാധിക്കാം. ഇപ്പോൾ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഒരു പ്രേരണ തന്നു. 2-3 പേരുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാനവിടെ ഉണ്ടെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കോറം എന്ത് ചെയ്തു? തികഞ്ഞു. 3 പേരായ കോറം തികഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെറിയൊരു കൂട്ടമായിട്ട് 2008 ഓഗസ്റ്റ് 17 അവിടെ ഒരു 40 ഡേയ്സിന് ശേഷം ഞങ്ങളവിടെ എത്തി. 40 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ, 3 പേരെ കൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന ആരംഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി തന്നു. അതിനുശേഷം വളരെ നാളുകളോളം ഞങ്ങൾ വളരെയധികം ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുവാനിടയായിട്ടുണ്ട്. കർത്താവ് നീ നോർത്തിലൂടെ കടന്നു വരുവാൻ പറഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ കടന്നു വന്നു. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി സഭയുടെ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ കടന്നു വന്നു. ഇവിടെ എന്നാൽ ഒന്നും കാണുന്നില്ലല്ലോ, എല്ലാം ശൂന്യമാകുകയാണല്ലോ എന്നുള്ളൊരു വലിയ ഭാരം ഹൃദയത്തിലുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ അനുഗ്രഹീതമായ ഒരു സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോർത്തിലോട്ട് പോയത്. 96 തൊട്ട് ഞാൻ ദൈവവേലയിലാണ്. അപ്പോൾ ദൈവാത്മാവുന്ന വിഷയങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ വളരെ ഉറപ്പ് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ. കർത്താവ് നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന് നമ്മളെ പറ്റി എന്ത് ഉദ്ദേശമുണ്ടോ ആ ഉദ്ദേശമാണ് ഒരു വ്യക്തിയിൽ നിവർത്തിക്കപ്പെടുന്നത്. മാനുഷിക ഉദ്ദേശങ്ങളല്ല, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണ് നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. അങ്ങനെ അനേക നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യത്യാസങ്ങൾ ആ ദേശത്ത് വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തോടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പതുക്കെ ആളുകൾ മുന്നോട്ട് കടന്നു വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, ഭൂതങ്ങൾ വിട്ടുപോകുവാൻ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാൻ, അനേകം മുന്നോട്ട് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തന്നു. ഇന്ന് ഞങ്ങൾ അവിടെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ 2 സർവീസിലായിട്ട് ഏകദേശം 250ഓളം ആളുകൾ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കുവാൻ ഇടയാക്കി തന്നു. അവിടെ മാത്രമല്ല മറ്റനേക സ്ഥലങ്ങളിൽ ദൈവസഭയെ സ്ഥാപിക്കുവാൻ, അനേക കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ വിദ്യാഭ്യാസം നൽകുവാൻ, അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ, അങ്ങനെ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കർത്താവിന് മുഖാന്തരങ്ങൾ ഒരുക്കി തരുവാൻ ഇടയായിട്ടുണ്ട്. അനേക ആത്മാക്കളെ സ്നാനപ്പെടുത്തുവാൻ, അനേക പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് എനിക്ക് ഇടയാക്കി തീർന്നു. അനേക ദൈവദാസന്മാരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവവചനത്തിന്റെ പഠനത്തിനായി അയക്കുവാൻ, ദൈവസഭകളിലേക്ക് അയക്കുവാനൊക്കെയും കഴിഞ്ഞ നാളുകൾ കൊണ്ട്, ചുരുങ്ങിയ 6 വർഷങ്ങൾ കൊണ്ട് വലിയവനായ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായാലും നമ്മുടേതായിരിക്കുന്ന സ്റ്റെപ്പുകളെ പറ്റി നമുക്ക് വ്യാകുലതകൾ ഉണ്ടെങ്കിലും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1996 തൊട്ട് ഞാൻ ദൈവവേല ചെയ്യുമ്പോൾ പലയിടങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലൂടെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കൊണ്ട് ദൈവം ഇടയാക്കിയെങ്കിലും ഒരു സമയത്ത് പോലും ഒരിടത്ത് പോലും ദൈവം എന്നെ തള്ളിക്കളയുവാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നിട്ടില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ദൈവത്തിന് നാം വിശ്വസ്തരായി നിന്നാൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഇന്ന് ഏകദേശം 125ഓളം കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിദ്യാഭ്യാസം നൽകി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക സഭകളെ സ്ഥാപിക്കുവാൻ, അനേക ആൾക്കാരെ സ്നാനപ്പെടുത്തുവാൻ, ആമേൻ ചണ്ഡീഗഡിലായി, ഡൽഹിയിലായി, രാജസ്ഥാനിലായി, ആമേൻ ഉത്തരാഖണ്ഡിലായി, യുപിയിലായി ദൈവവേലയെ വ്യാപിക്കുവാൻ ചെയ്യും കർത്താവ് കൃപ നൽകി തരുവാൻ തക്കവണ്ണം തീർന്നു. ദൈവം വിശ്വസ്തനാണ്. ഞാനൊരു സഹോദരനോട് ആമേൻ സംസാരിക്കുവാൻ തക്കവണ്ണം തീർന്നു. നിങ്ങൾ അറിയായിരിക്കും, ആമേൻ ആഷയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്, രാജാന്റെ റോബിന്റെ വൈഫിന്റെ ഹസ്ബൻഡ്, ഒരു പക്ഷെ നിങ്ങൾ അറിയത്തില്ലായിരിക്കും, ജോമോൻ എന്ന് പറയുന്ന ഒക്ലഹോമയിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ അദ്ദേഹം ഈ ഏഞ്ചൽസ് ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ നിങ്ങളും കണ്ടു കാണും, ഇന്റർനെറ്റിലൊക്കെയും ഒരുപാട് വീഡിയോസ് ഏഞ്ചൽസ്, സ്വർഗദൂതന്മാർ വന്ന്
ജനങ്ങളോട് ജനത്തെ സേവിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് കാര്യങ്ങൾ അറിയിക്കുന്ന കർത്താവ് തന്നെ ഇറങ്ങി വന്ന് ദർശനം നൽകി ജനത്തെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നിങ്ങനെ സംസാരിക്കാൻ തക്കോണമിടയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സത്യമാണ്, ഇത് വാസ്തവമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലും അത് സംഭവിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലും ദൈവമക്കളുടെയിൽ ഒരു കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കതെല്ലാം ഒരു എന്താ പറയുന്ന പണ്ടാരാണ്ട് പറഞ്ഞ ഒരു കേൾവി മാത്രമായി തീർന്നിരിക്കുക. എന്നാൽ ഞങ്ങളുടെ ആ ദേശങ്ങളിലൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബങ്ങൾ ഞങ്ങളുടെ സഭയില് പലപ്പോഴും പല കുടുംബങ്ങളും മുന്നോട്ട് കടന്നു വരുന്നത് ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ദൈവജനം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ തന്നെ താൻ കടന്നു വരിക. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, യേശു മസീഹ് ഞങ്ങളുടെ ധർമ്മയാണ്. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ഞങ്ങളോട് പറഞ്ഞു, ഞാനാ ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു. നീ സഭ പള്ളിയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെയുള്ള കടന്നു വന്നതാ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താ എന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു സർക്കാർ കുടുംബം കർത്താവിനെ കണ്ട് മുന്നോട്ട് കടന്നു വരുവാണ്ടൊക്കെയായിരുന്നു. ഞാൻ വളരെ രോഗിയായി കിടക്കുകയായിരുന്നു. യേശു കർത്താവ് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന്, ഞാൻ യേശുവാണ്, എനിക്ക് നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുവാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം പിന്നെയും വിശ്വസിച്ചില്ല. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ അടുക്കൽ എന്ന് ചോദിച്ചു, നിനക്ക് ജീവിക്കണമോ മരിക്കണമോ എന്ന് നീ തീരുമാനമെടുക്കണം. നീ എന്നെ സേവിക്കാമെങ്കിൽ നീ ജീവിക്കുവാൻ പോവുക, അല്ലെങ്കിൽ നീ ഇന്ന് മരിക്കാൻ പോകുമെന്ന്. അദ്ദേഹം ഉടനെ തന്നെ കർത്താവിനെ സ്വീകരിപ്പാൻ മുന്നോട്ട് കടന്നു വരുവാൻ്റെ കണ്ണോടെ അനേക ദൈവമക്കള് അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ മാസം ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നതിന് ഒരു 3 ആഴ്ച മുമ്പ് ഒരു ബ്രാഹ്മൺ കുടുംബത്തില് ദൈവത്തിന്റെ ആയിരിക്കുന്ന വലിയ പ്രവൃത്തി ഉണ്ടാകുവാൻ്റെ കണ്ണുമിടയായി തീർന്നു. ആ സഹോദരിയും ഹസ്ബൻഡും അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, ഉന്നതമായ നിലയിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ കർത്താവിനെ പറ്റി കേൾക്കാൻ ഇടയായി തീർന്നപ്പോൾ ബൈബിളൊക്കെ ഞങ്ങൾ കൊടുത്തു വായിക്കാൻ പറഞ്ഞപ്പോൾ ആ വീട്ടിലെ അമ്മ, ആ സഹോദരി, അവരൊരു ഡോക്ടറാണ്, അവർ ദൈവം വായിക്കുവാൻ കൊണ്ട് ആരംഭിച്ചു. അത് കണ്ടപ്പോൾ തന്റെ ഭർത്താവും തന്റെ മകനും ഒരുപോലെ അവരോട് ദേഷ്യപ്പെടുവാൻ കൊണ്ട് ഇടയായി തീർന്നു. യേശു മസിഹ് നമ്മുടെ ദൈവം അല്ല യേശു കർത്താവ്, നമ്മളെന്തിനാ യേശുവിനെ വിളിക്കുന്നത്? ഈ ബൈബിൾ എന്തിനാ വായിക്കുന്നത്? ക്രിസ്ത്യാനിസത്തിന്റെ ദൈവമാണ്, ഇത് ഫോറിൻ ഗോഡാണ്, നമുക്കിതൊന്നും ആവശ്യമില്ല, നമ്മൾ ബ്രാഹ്മിൻസ് ആണ്, നമ്മൾ പൂജാരികളാണ്, നമുക്ക് നമ്മുടേതായ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ ബഹളമുണ്ടാക്കി വളരെയധികം പ്രശ്നങ്ങൾ ആ വീട്ടിൽ സൃഷ്ടിച്ച് ആ ഒരു ദിവസം ആ മകൻ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി വെളിയിലേക്ക് കടന്നു പോയപ്പോൾ സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല. അപ്പൊ അദ്ദേഹം കിക്ക് ചെയ്തിട്ടും സ്റ്റാർട്ടാകുന്നില്ല. ആ മോനിങ്ങനെ അവിടെ നോക്കി നിൽക്കുമ്പോൾ, ഒരു 17 വയസ്സുള്ള ഒരു കൊച്ചാണ്, അവനോട് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ കടന്നു വന്നു. കൈ ഉയർത്തിയിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ വണ്ടി സ്റ്റാർട്ടാകുവാൻ ഇടയായിരുന്നു. ഷെൽഫ് കൊടുത്തില്ല, കിക്ക് ചെയ്തില്ല, പ്രൈസ് ദി ലോർഡ് പറഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആരെങ്കിലും പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകൂ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ അറിയത്തില്ല, നമ്മൾ വിചാരിക്കുന്നത് ചുമ്മാ പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗ്ഗദൂതനാണ്, ഞാൻ ഇവിടെ വന്നിരിക്കാൻ, ഞാൻ നിങ്ങൾക്ക് വിശേഷമായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ യേശു മസീഹിന്റെ അടുക്കൽ വന്ന്, യേശു കർത്താവിന്റെ അടുക്കൽ വന്ന ദൂതനാണ്, എനിക്ക് നിന്നെ കുറിച്ച് ആവശ്യമുണ്ടെന്ന് പറയാൻ എപ്പോഴും ഇടയായിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറഞ്ഞു, നിന്നെ സൂക്ഷിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു, നാളെ നിനക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടാകും, അതിൽ നിന്ന് ഞാൻ നിന്നെ വിടിവിക്കുന്നു പറയാൻ എപ്പോഴും ഇടയായിട്ടുണ്ട്. നീ പയ്യന് പ്രൈസിനോട് ആരാ പറയുന്നത്? എന്താ പ്രൈസിനോട് നിന്നും ഒരു വിടിവില്ല. അവൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഈ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇത് ഈ പള്ളിയിൽ പറയുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവരുടെ സഭയിൽ പറയുന്ന ഒരു സംഗതിയാ ഈ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഭവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മകനത് വിശ്വസിച്ചില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ അവൻ സൈക്കിളോട് ചവിട്ടുവാനായി വെളിയിലിറങ്ങി ഹൈവേയിൽ എത്തിപ്പെട്ട് ഒരു പട്ടി പുറകെ വന്ന് ഹൈവേ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ട്രക്ക് ആയിട്ട് സൈക്കിൾ കൂട്ടിയിടിക്കും. ട്രക്കിന്റെ അടിയിൽ അവൻ പൂർണ്ണമായി പോകുവാൻ കൊണ്ടോടെയായിരുന്നു. ജനമെല്ലാം ഓടിക്കൂടി, കാരണം ഇടിച്ചു കഴിഞ്ഞ് സൈക്കിൾ തെറിച്ചു പോയി, പയ്യൻ ട്രക്കിന്റെ അടിയിലേക്ക് പോയി. ജനമെല്ലാം ഓടിക്കൂടി അവൻ ചതഞ്ഞരഞ്ഞ് പീസായി കാണുമെന്ന് കരുതി നോക്കുമ്പോൾ ഡ്രൈവറിന് ഒരു പ്രശ്നമില്ലാതെ എഴുന്നേറ്റിരിക്കുവാൻ, ഒരു സംഭവം ഇല്ലാതെ എഴുന്നേറ്റിരിക്കാനിടയായിരുന്നു. അവരാകെ പേടിച്ചു പോയി. ഇന്നലെ ആരാണ്ട് വന്ന് പ്രൈസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. ട്രക്കിന്റെ അടിയിൽ കൂടെ കടന്നുപോയി
ഒരു സംഭവമില്ലാതെ നാം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദൈവം വളരെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു കാലഘട്ടം. ദൈവം വലിയ മിറക്കിൾസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ദൈവത്തിന്റെ ദൂതന്മാര് പലയിടങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഡൽഹിയില് ദൈവദൂതൻ ഇറങ്ങിയ സംഭവം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അനേക ഇടങ്ങളിൽ അനേക മുസ്ലിം സഹോദരങ്ങളുടെ ഇടയ്ക്കല് കർത്താവ് തന്നെ ദർശനം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതായിട്ട് നാം കാണുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവമക്കളായ നമ്മള്, ക്രിസ്തുവിനെ അറിയുന്നവെന്നും അവകാശപ്പെടുന്ന നമ്മള് പലപ്പോഴും ദൈവിക നന്മകളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആരാധനകൾ, നമ്മുടെ സ്തുതികൾ, നമ്മുടെ സ്തോത്രങ്ങൾ, നമ്മുടെ വഴിപാടുകളൊക്കെയും ഇന്നും ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നാം പരിശോധിക്കേണ്ട കാലഘട്ടത്തിലായിരിക്കുക. നമ്മൾ പലപ്പോഴും അതൊരു സമ്പ്രദായമായി നമ്മളിലോട്ട് മാറിക്കഴിയുമ്പോൾ കർത്താവ് വലിയ കാര്യങ്ങളുടെ ദേശത്തെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇന്നത്തെ ദിനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിക്കാൻ ഇടയാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കും അത് അവകാശമായി പ്രാപിച്ചെടുക്കാം. നമ്മുടെയും ജീവിതത്തിൽ അത് സംഭവിക്കും. നമ്മളോടുള്ള വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലൊക്കെയും കർത്താവ് ഇതുപോലെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒന്നും കൂടെ അവൻ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഈ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുകൂടെ ഉണർന്ന് നമ്മുടെ തലകളെ ഉയർത്തി കർത്താവിനെ സ്വീകരിപ്പാൻ, മഹത്വത്തോടെ വരുന്ന ദൈവകൃപയെ അനുഭവിപ്പാൻ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഒന്നുകൂടെ എഴുന്നേറ്റെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അല്പനിമിഷം ദൈവത്തിന്റെ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. നമുക്ക് എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. നാം സ്വീകരിച്ചു പറയുന്ന ഈ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അല്പനിമിഷം നാം ദൈവദിനത്തിന് മുമ്പിൽ ആയിരിക്കുകയാണ്. 12 മണിയാകുമ്പോഴത്തേന് നമുക്ക് നിർത്തണം. എനിക്ക് സമയം അറിയാം. അതുകൊണ്ട് ചുരുങ്ങിയ ചില നിമിഷങ്ങൾ മാത്രം ദൈവദിനത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആരോടാണ് ഈ ലേഖനകർത്താവ് കർത്താവിനെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ പറയുന്നത്? അവിശ്വാസികളോടാണ്? അവിശ്വാസികളോടല്ല. കൃപയിലേക്ക് കടന്നു വന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവത്തെ അറിയാവുന്ന ഒരു കൂട്ടം ജനത്തിന് ലേഖനം പറയുക, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആവശ്യമായി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവേദന, ഞാനും നിങ്ങളും ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ അറിഞ്ഞവരായിരിക്കാം. നാളുകളായി നമ്മൾ കർത്താവിനെ സേവിക്കുന്നവരായിരിക്കാം. വർഷങ്ങളായി നമുക്ക് യേശുവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നാം അവകാശപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് പകലിൽ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുക, യേശു കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാൻ നാം തയ്യാറായ മതിയാകുകയുള്ളൂ. എന്തുകൊണ്ട് യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത്? നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഇന്നുവരെയും നാം യേശുവിനെ വാസ്തവമായി അറിഞ്ഞിട്ടില്ല. അറിയേണ്ടവണ്ണം അവനെ അറിയുവാൻ ഇന്നുവരെയും നമുക്ക് കഴിയാത്തത് കൊണ്ട് ഇന്നിന്റെ പകലും നമുക്ക് അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ മതിയാകുകയുള്ളൂ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, അവൻ കർത്താവിനെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സകലത്തെയും ചപ്പൊന്നും ചവറെന്നും എണ്ണുന്നതിന് ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനെ അധികമായി അനുഭവിച്ച് അറിയുവാൻ ഞാൻ സകലത്തെയും ചപ്പൊന്നും ചവറെന്നും എണ്ണും. എന്താ പൗലോസേ, നീ ക്രിസ്തുവിനെ ഇതുവരെ അറിഞ്ഞില്ലേ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടവനല്ലേ? നിന്നിലൂടെ അനേകം അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തതല്ലേ? നീ രോഗികളെ സൗഖ്യമാക്കിയതല്ലേ? നീ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതല്ലേ? നീ ഭൂതങ്ങളെ പുറത്താക്കിയതല്ലേ? അനേക സഭകളെ സ്ഥാപിച്ചതല്ലേ? അനേക ലേഖനങ്ങൾ എഴുതിയതല്ലേ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലയോ? പൗലോസിനെ പറയാനുള്ളൂ, ഞാൻ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എത്തിപ്പെട്ടെങ്കിലും കർത്താവാണെന്ന് ഇന്നും എനിക്ക് വാസ്തവമായി അറിവില്ല. എന്റെ അറിവ് വളരെ പരിമിതമാണ്. ഇതിന്റെ മകളിൽ എന്നെ കേൾക്കുന്ന ദൈവവേദനെ, യേശുവാണെന്ന് എനിക്ക് നിരക്കമുള്ള അറിവ് വളരെ പരിമിതമായിരിക്കുമ്പോൾ ഈ പകലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിമുട്ടിയ
ലേഖനങ്ങളെയോ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനെ പറ്റിയുള്ള പലരുടെയും അറിവ് പലതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ നയിന്റെ വിധവയോട് ചോദിച്ച വിധവ പറയും, ഓ യേശു ആമീൻ മരിച്ചവരെ സൗഖ്യമാക്കുവാൻ എന്റെ മകനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞവനാണ്. ലാസറിന്റെ ആമീൻ ഭവനത്തിൽ ചെന്ന് മാർത്തിയോട് മറിയോടും ചോദിച്ചാൽ അവർ പറയും, ഓ മരിച്ച എന്റെ സഹോദരനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞവരാണ്. ഒരുപക്ഷെ അതുപോലുള്ള അനേക അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ടായിരിക്കാം. എന്നാൽ അതിനപ്പുറത്തായി ക്രിസ്തുവിനെ ഇന്ന് പകലിൽ നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. അല്പനിമിഷങ്ങളിൽ കൊണ്ട് യേശു ആരെന്നുള്ളത് ചുരുക്കം ചില വാചകങ്ങളിലാൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം കർത്താവ് മറുരൂപ മലയിൽ വെച്ച് പത്രോസ് യാക്കോബ് യോഹന്നാന് മുമ്പിൽ അവൻ ഗ്ലോറിഫൈ ചെയ്യുന്ന തന്നെത്താൻ മഹത്വപ്പെടുത്തുന്ന രൂപാന്തരപ്പെടുന്ന ഒരു സംഭവം നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാൽ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ ആരെയും കണ്ടില്ല. നോക്കുമ്പോ കാണേണ്ടത് കർത്താവിനെ അല്ലാതെ ആരെയും കാണേണ്ട ആവശ്യമില്ല. ഇവർക്കൊരു കുഴപ്പമുണ്ട്. ഈ വചനം പഠിക്കുമ്പോൾ മനസ്സിലാകും. മറുമലയിലെ യേശു കർത്താവ് തന്നെത്താൻ രൂപാന്തരപ്പെടുത്തിയ ശേഷം അവിടെ ഏലിയാവും മോശയും എന്ന് സംസാരിക്കുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പറഞ്ഞു. താൻ എന്ത് പറയേണ്ടു എന്നവൻ അറിഞ്ഞില്ല. അതൊന്നും അങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്ത് പറയേണ്ടു എന്ന് അറിഞ്ഞില്ല എന്ന്. പത്രോസ് നോക്കുമ്പോൾ പ്രവാചക ഗണങ്ങളിൽപ്പെട്ട മോശയുണ്ട്, ഏലിയാവുണ്ട്, പഴയ നിയമത്തിലെ ശ്രേഷ്ഠ പ്രവാചകന്മാരാണ്. അവരോടൊപ്പം യേശു കർത്താവ് നിൽക്കുമ്പോൾ പത്രോസിന്റെ യഹൂദ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ യേശു ഒരു നല്ല പ്രവാചകൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, പ്രവചിക്കാൻ കഴിയും, മിറക്കിൾസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകന യേശുവിനെയും അവനൊരു പ്രവാചകനായി അവിടെ കണ്ടിട്ട് പറയുകയാണ്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്ക്, ഇങ്ങനെ 3 കുടിലങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ യേശുവും മോശയ്ക്കും ഏലിയാവിനും തുല്യനായി പത്രോസ് അവിടെ ചിത്രീകരിക്കുമ്പോൾ പിതാവാം ദൈവം പറയുന്നത്, ഇവന്റെ പ്രിയപുത്രൻ, ഇവനിൽ ചെവി കൊടുപ്പിൻ. പത്രോസിന്റെ യഹൂദ ബുദ്ധിയിൽ യേശു പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഡിക്ലെയർ ചെയ്യുക, ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന്. ഇന്നിന്റെ പകലിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിന്റെ വ്യവസ്ഥകളിൽ അവൻ യേശു പ്രവാചകനായി ഒതുങ്ങിക്കൂടുമാറ് സാഹചര്യങ്ങൾ പത്രോസിന് മുമ്പിൽ അവൻ വരച്ച് കാണിക്കുക. പത്രോസിന് മുമ്പിൽ വെളിപ്പെടുന്നത് പ്രവാചകന്മാരിൽ ഒരുവനായി മാത്രമാണ് യേശു ചിന്തിക്കപ്പെടുന്നത്. എന്നാൽ അവൻ സ്വർഗത്തിലെ പിതാവാം ദൈവം പറയുന്നത്, നീ കണ്ടിട്ടുള്ള രീതിയിലല്ല നീ യേശുവിനെ കാണേണ്ടത്. ഇന്ന് പകരം നാം അറിയണം, നാം വ്യവസ്ഥകൾക്ക് അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും. പത്രോസിന് ഏലിയാവും മോശയും അവരെ പോലെ ഒരുവനെന്ന് ചിന്തിച്ചപ്പോൾ വചനം പറയുന്നു, അവൻ എന്ത് പറയുന്നതെന്ന് അവനറിയത്തില്ല. ഇന്ന് പകരം നമ്മൾ തിരിച്ചറിയണം, നമ്മളെ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നത് എപ്രകാരമാണ്? വ്യവസ്ഥകളോട് ഒരുമിച്ചാണോ? സമ്പ്രദായങ്ങൾക്ക് ഒരുമിച്ചാണോ? സമ്പ്രദായങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാ നമ്മുടെ കർത്താവ്. വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാ നമ്മുടെ കർത്താവ്. ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ അവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്, യേശുവിനെ പറ്റി വളരെ ശ്രേഷ്ഠമായ ഒരു ചിത്രം അവിടെ വരച്ച് കാണിക്കപ്പെടുകയാണ്. അവൻ നാം പഴയ നിയമത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ യേശു ആരെന്നുള്ള ചോദ്യത്തിന് അവിടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ അവൻ ലേഖനകർത്താവ് പറയുന്നത്, യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അങ്ങനെയല്ലേ പറയുന്നത്? യേശു ആരാണ്? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അങ്ങനെ കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെങ്കിൽ യേശു നമ്മുടെ അടുക്കൽ ഉണ്ടെന്ന് നാം അവകാശപ്പെടുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നതിനേക്കാൾ വലിയ സംഭവങ്ങൾ കർത്താവ് എന്താ വേണം? ഒരു ദൂതനേക്കാൾ വലിയവനാണ് കർത്താവെങ്കിൽ ഒരു ദൂതൻ ഇറങ്ങിയാൽ സംഭവിക്കുന്നതിലും വലിയ കാര്യങ്ങൾ കർത്താവ് വരുമ്പോൾ സംഭവിക്കില്ലേ? സംഭവിക്കുന്നില്ലേ?
സംഭവിക്കണം. കാരണം എന്നാലേ ദൂതനേക്കാൾ വലിയവനാണെന്ന് പ്രാക്ടിക്കലി എന്ത് ചെയ്യത്തുള്ളൂ, പ്രൂവ് ചെയ്യപ്പെടത്തുള്ളൂ. ഇവിടെ ഈ വചനമായി വായിക്കുമ്പോൾ ഞാനിത് പലപ്പോഴും ചിന്തിക്കാനിടയായിട്ടുള്ള ഒരു ഭാഗമാണെന്ന് പെട്ടെന്ന് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ എന്ത് ചെയ്യാം, ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച് പറയുക, നാളെ ഈ സമയത്ത് നിന്റെ വില എന്ത് ചെയ്യത്തില്ല, അവിടെ കാണത്തില്ല. ദൂതനെ അയച്ചെന്തിനാ പറയുന്നത്? അന്നേരം ദൂതനെ അയച്ചു പറഞ്ഞാൽ ദൂതനോട് പറഞ്ഞാൽ പോലെ അവിടെ നിലയിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഒരു ദൂതനെ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് അയക്കി എന്തിനു പറയാം, നാളെ ഈ നേരത്ത് നിന്റെ തല അവിടെ കാണുന്നതിന് നാളെ വരെ വെക്കുന്നത് എന്തെങ്കിലും എടുത്തുകൂടെ? ഏതായാലും ഒരു ദൂതം പോവുക, ഒരു മെസ്സഞ്ചർ പോവുക, എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അത് ശത്രുവിന്റെ പല പദ്ധതികളും അതുപോലെ ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നറിയോ, പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏലിയാവ് കേട്ടെന്ത് ചെയ്തു, ഭയപരവശനായി. ഏലിയാവിന് ചിന്തിച്ചാ അറിയാം തലയെടുക്കണമെങ്കിൽ ഈ പറയാൻ വിട്ട പുള്ളിയോടൊന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ തലയെടുത്തോണ്ടെങ്കിൽ പോരെന്ന് പറഞ്ഞാൽ തലയെടുത്തോണ്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ ശത്രുവിന്റെ പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ ഈ നാശം വിധിക്കാൻ കഴിയത്തില്ലെങ്കിൽ അവനെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ എന്ത് ചെയ്യും, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഭയപ്പെട്ട് ഏലിയാവ് ഓടി ചൂരച്ചുവടിയിൽ ചവിട്ടി കിടന്നിട്ട് എന്താ പറയുന്നത്, എന്താ നമുക്കറിയാവുന്നതല്ലേ, എന്താ പറയുന്നത്, മതി യഹോവേ ഇനി എനിക്ക് മരിച്ചാ മതി. മരിച്ചാ മതി പിന്നെ അവിടെ നിന്നാ പറയുന്നു. ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുള്ളിക്കാരെ കൊന്നുകയായിരുന്നു. അവരെന്തോ പറഞ്ഞു, കൊല്ലുന്നല്ലേ പറഞ്ഞുള്ളൂ. മരണത്തെ പേടി ഉണ്ടായിരുന്നു. ഇവിടെ വരെ ഓടി വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് മരിച്ചാൽ മതി എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ഭയം അവനകത്ത് കടന്നുകൂടി കഴിഞ്ഞപ്പോ സകലത്തെയും അവൻ നിഷേധാത്മകമായി നെഗറ്റീവിൽ കാണുവാൻ കോണം ഇടയാക്കി. ഇതാ ശത്രുവിന്റെ പല പദ്ധതികൾ. ഭയം കടത്തിവിട്ട ശേഷം എല്ലാം നമ്മുടെ അകത്തുണ്ടായി മാറും, നെഗറ്റീവായി മാറും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ ക്രിയാത്മകമായ കഴിവുകളെയും ക്രിയാത്മകമായ താലന്തുകളെയും ഇല്ലാതാക്കാനാണ് ശത്രുവിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. നമ്മളെ നശിപ്പിക്കുവാൻ അവന് കഴിയത്തില്ല, കൊല്ലുവാൻ അവന് കഴിയത്തില്ല. പക്ഷേ ദൈവം തന്നിട്ടുള്ള താലന്തുകളെ നിഷേധാത്മകമായ രീതിയിൽ ഒതുക്കി കളയുവാൻ ശത്രു പലപ്പോഴും ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളുമായി നമ്മൾ മുമ്പിൽ കടന്നു വരും. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു, ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെട്ടു പോയാൽ എന്നിലും നിങ്ങളിലുമുള്ള താലന്തുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. പലപ്പോഴും നിങ്ങൾ അവിടെ ആരാധന നടത്തുമ്പോൾ പോലീസ് വരും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. നിങ്ങൾ ആരാധന നടത്തരുതെന്ന് പറയും. ഇപ്പോഴും നിങ്ങൾ സൺഡേയിൽ വർഷം എടുക്കുമ്പോൾ എല്ലാ സൺഡേയിലും പോലീസ് അവിടെ വന്ന് റൗണ്ട് അടിച്ചിട്ടാകും. ഇവരെന്തോ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ നോക്കാൻ, ഇവരാൾക്കാരെ ക്രിസ്ത്യാനി ആക്കുന്നുണ്ടോ നോക്കാൻ. എന്നെ വളവട്ടം വിളിച്ചു പറഞ്ഞു, നീ പരിപാടി നിർത്തണം. ഇതെല്ലാം കേട്ട് ഭയപ്പെട്ടു പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന സകലത അവിടെ അവസാനിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിന് നമ്മളെ പറ്റിയ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ശത്രുവിന് ആ ഉദ്ദേശത്തെ ഒതുക്കുവാനോ പരാജയപ്പെടുത്തുവാനോ നമ്മൾ ഒരു കാരണവശാലും അനുവാദം കൊടുക്കരുത്. വായിക്കുമ്പോൾ ഏലിയാവ് വളരെ ശീലനായി അവൻ ജീവിതം മടുത്ത അവിടെ കിടക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി ഏലിയാവിനോട് എന്ത് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നു വിളിക്കും. അവൻ എഴുന്നേറ്റ് തിന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും കടന്നു പറയും. വീണ്ടും സ്വർഗദൂതൻ ഇറങ്ങി എഴുന്നേറ്റ് നിന്ന് കുടിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. എഴുന്നേറ്റ് നിന്ന് കുടിക്കുക. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അല്ലേ? സ്വർഗത്തിൽ നിന്ന് അപ്പം കിട്ടുന്നത് അല്ലേ? ഭക്ഷണം നമുക്കെല്ലാം വലിയ സന്തോഷം. മനുഷ്യൻ ജീവിക്കുന്നത്, ചില ആൾക്കാർ ജീവിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാ. സ്വന്തം ഞാൻ അത് ചിന്തിപ്പാനൊക്കെ ഇടയാക്കുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവിനോട് ആദ്യം പറഞ്ഞ എന്താണെന്ന് അറിയാമോ, നിനക്ക് ആര് ഭക്ഷണം തരുന്നു? കാക്ക ഭക്ഷണം തരുന്നു. നമ്മൾ ഈ വലിയ കാര്യത്തിൽ പറയും കാക്കയെ കൊണ്ട് ഭക്ഷിച്ചു സ്വന്തം സ്വന്തം സ്വന്തം. പക്ഷെ കാക്കയുടെ വായിൽ ഭക്ഷണം നിങ്ങൾ ആരും തിന്നു? നമ്മളാരും തിന്നു? ഞാൻ തിന്നത്തില്ല. അങ്ങേയറ്റം പട്ടിണി കിടക്കുമ്പോൾ ചിലപ്പോൾ തിന്നുമായിരിക്കും. അല്ലെങ്കിൽ കാക്കയുടെ വായിൽ ഭക്ഷണം നിന്ന് ആരും തിന്നു? ഇതാണോ കർത്താവ് തരുന്നത്? കാക്കയുടെ വായിലെ ഭക്ഷണം ഇത് നല്ലതൊന്നും. അപ്പം ഇറച്ചിയാണെന്ന് പറഞ്ഞാലും തരുന്നത് കാക്കയല്ലേ, അതിന്റെ വായിൽ നിന്ന് തരുന്ന അത് ഒരു ടേസ്റ്റും തോന്നുകയില്ല. സ്വത്രം
അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ വിധവയുടെ വീട്ടിൽ പോയി അവിടെ തരാം. അവിടെ ചെന്നപ്പം എന്നും അതേ മാവ് കൊണ്ടുള്ള അപ്പം, എന്നും ഒരേ അപ്പം അല്ലെ. ആ മാവ് പറഞ്ഞു പോയില്ലെന്നല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ ഉണ്ടാക്കിയ അപ്പം മൊത്തം എന്നും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് അതേ മാവ് കൊണ്ട് ഒരേ ടൈപ്പ് ഫുഡ് കുറെ നാളുകളേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടപ്പെടും. നമ്മളെന്താ പറയും, മരത്തിന്റെ കർത്താവ് ഒരേ ടൈപ്പ് ഫുഡാണ്. അതിൽ നിന്ന് ഏരിയ വിശ്വസ്തയോടെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലെ അപ്പം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം. സ്തോത്രം സ്തോത്രം. കാക്കയുടെ കിട്ടിയാലും സ്തോത്രം പറഞ്ഞ് ഒരേപോലത്തെ വിധവയുടെ വീട്ടിലെ അപ്പത്തിന് സ്തോത്രം പറഞ്ഞ് ഏലിയാവ് ദൈവകൃപയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ക്ഷീണിച്ച നാളുകളിൽ സ്വർഗത്തിൽ നിന്ന് അപ്പവുമായി ദൂതനെ തമ്പുരാനായി പാട്ടക്കൊണ്ടമടയാക്കിയ നാം ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാമെങ്കിൽ, വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാമെങ്കിൽ നാം ക്ഷീണിച്ചു പോകുന്ന നാളുകളിൽ ശ്രേഷ്ഠമായി നൽകി തന്ന് നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാ ഞാൻ നിങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏലിയാവെ കിണറ്റിൽ നിന്റെ മനസ്സ് തകർന്നില്ലായിരുന്നു, നിനക്ക് ഭക്ഷണം എന്താണെങ്കിലും കുഴപ്പമില്ല. വിധവയുടെ വീട്ടിൽ നിന്ന് മനസ്സ് തകർന്നില്ലായിരുന്നു, ഭക്ഷണം ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പം നിന്റെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ കാക്കയുടെ ഭക്ഷണം പോരാ, വിധവയുടെ ഭക്ഷണം പോരാ, ശ്രേഷ്ഠമായി തന്ന് നിന്നെ പരിപാലിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവൻ. സ്തോത്രം. ഏലിയാവിന് വേണ്ടി അവിടെ ഭക്ഷണം ഇറങ്ങി വന്ന പക്ഷേ ഈ പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, തിന്നുപിടിച്ച് എന്ത് ചെയ്യുക, കറന്നിറങ്ങി. രണ്ടാമത് ഇറങ്ങി വന്നപ്പോ അവൻ തിന്നു കുളിച്ച ആ ഫലം കൊണ്ട് 40 രാപ്പകൽ യാത്ര ചെയ്യുവാൻ തീർന്നു. 40 രാപ്പകൽ യാത്ര ചെയ്ത് അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. ഗുഹയുടെ അകത്ത് നിൽക്കുമ്പോൾ അവൻ ദൈവം അവന് മുമ്പാകെ കടന്നു പോകുക. ദൈവം അവനോട് പറയുക, നീ ഗുഹയുടെ ഗുഹാമുഖത്തേക്ക് കടന്നു വന്ന് നിൽക്കും. ഗുഹാമുഖത്ത് ഏലിയാവ് വന്ന് നിൽക്കുമ്പോൾ അവിടെ വചനം പറയുന്നത് 11-ാം വാക്യം പറയുമ്പോൾ, അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തി. ഞാൻ അവനോട് ചിന്തിപ്പാൻ പേടിച്ചു വിറച്ച് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഏലിയാവിന് ദൂതനെ കൊണ്ട് ഭക്ഷണം കൊടുത്ത ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ കൊണ്ടുവന്ന് ഗുഹാമുഖത്ത് നിർത്തിയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റടിക്കുന്നോട് നിൽക്കാൻ പറഞ്ഞു. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടോ? നിങ്ങളോട് പറയാം, ഇവിടെ കൊടുങ്കാറ്റടിക്കാൻ ഇവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെടും. എനിക്കറിയത്തില്ല ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നി ഇല്ലേ? ഏലിയാവിനെ ഗുഹാമുഖത്ത് നിർത്തിയിട്ട് യഹോവ കടന്നു പോവുക. ദൈവം God is going to minister to him. ദൈവം അവനെ ശുശ്രൂഷ ചെയ്യാൻ പോവുക, അവനെ ബലപ്പെടുത്താൻ പോവുക. പക്ഷെ ആദ്യം എന്താ വരുന്നത്? ഒരു കൊടുങ്കാറ്റ്. പിന്നെ വചനം പറയുന്നത് അവൻ പാറകളെ കീറി, പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അപ്പൊ ഏലിയാവ് നിൽക്കുന്നത് എവിടെ? പർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. പർവ്വതത്തിന്റെ മുകളിൽ ഏലിയാവ് നിൽക്കുമ്പോൾ പർവ്വതങ്ങളെ കീറുന്ന കാറ്റിനെ കർത്താവ് വായിക്കുന്നത്. ഏലിയാവ് പറയും, കർത്താവ് കൊടുങ്കാറ്റും പോരാ, നിൽക്കുന്ന പർവ്വതം എന്ത് ചെയ്യും? കീറുക. പർവ്വതം കീറുക. എവിടെ നിൽക്കാൻ ഒട്ടും വെള്ളത്തില്ല. കർത്താവ് നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്? അങ്ങനെ പർവ്വതം കീറി കഴിഞ്ഞപ്പോ അവൻ വചനം പറയുന്നത് പാറകൾ എന്ത് ചെയ്തു? തകർത്തു. അവന്റെ ചുറ്റും പാറ പൊട്ടി വീഴുന്ന ഒച്ചയാണ്. ഞാനൊരിക്കലും ജനാർദ്ദനിൽ 13 hours ഡ്രൈവ് ചെയ്തിട്ട് ഇന്ന് വരെയും സുവിശേഷം എത്തിപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ പോയി. ഇന്ന് വരെ അവിടെ ആരും യേശുവിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഒത്തിരി ഹിമാലയത്തിന്റെ ഫുഡ് ഹിൽസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നും ഒത്തിരി 13 hours ഹില്ല് ഡ്രൈവ് ചെയ്ത് പോയി. അപ്പൊ അവിടെ ചെന്ന് അവിടെ സുവിശേഷം പറയാനായിട്ട് ചെന്നിട്ട് തിരിച്ചു വരുമ്പോ അങ്ങോട്ട് പോയ റോഡൊന്നും അവിടെ ഇല്ലേ തിരിച്ചു വരുമ്പോ. കാരണം ഇതെല്ലാം ഒലിച്ചു പോയി. മഴയും ഇടിയും വെള്ളവും എല്ലാം കാരണം ഈ റോഡുകളെല്ലാം